بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്, ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാണ്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഈ സൽക്കർമ്മങ്ങൾ പാഴാകാതെ ഈ സൽക്കർമ്മങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്ന കോട്ടകൾ, സംരക്ഷിക്കുന്ന സുരക്ഷിതമാകാൻ പര്യാപ്തമായ സംരക്ഷണ വലയങ്ങൾ ഉണ്ടായേ തീരൂ. ഇല്ലെങ്കിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. മഹാനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം അസ്സാഹിദ്, സൂഫി വര്യനായ ഷഖീഖ് ഇബ്നു ഇബ്രാഹിം റഹ്മഹുല്ലാഹ് മഹാനവർകൾ പറയുകയാണ്, സൽക്രമങ്ങളുടെ കോട്ട, ആ സൽക്രമങ്ങളെ സംരക്ഷിക്കുന്ന വലയങ്ങൾ 3 കാര്യങ്ങളാണ്. സൽക്രമങ്ങൾക്ക് 3 കോട്ടകളാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഒന്ന്, അൻ യറ അന്നൽ അമല മിനല്ലാഹി തആല, തൻ്റെ ഈ കർമ്മം, ഈ സൽക്കർമ്മം, ആ സൽക്കർമ്മത്തെ പൊങ്ങച്ചം, ഉൾനാട്യം തകർത്ത് കളയാതിരിക്കാൻ വേണ്ടി ഈ സൽക്കർമ്മം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കാണണം. ഒന്നാമതായിട്ട് സൽക്കർമ്മം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കാണണം. കാരണം പൊങ്ങച്ചം ഈ സൽക്കർമ്മത്തെ തകർത്ത് കളയും. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കാണണം. രണ്ടാമതായിട്ട് അൻ യുരീദ ബിഹി റിളല്ലാഹി, ഈ സൽക്കർമ്മം കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ ഉദ്ദേശിക്കുക. ഈ സൽക്രമത്തെ ദേഹേച്ഛ, ശരീരത്തിൻ്റെ ഇച്ഛ തകർത്ത് കളയും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ ഉദ്ദേശിക്കണം. മൂന്നാമതായിട്ട് അൻ യബ്തഗിയ സവാബൽ അമലി മിനല്ലാഹി തആല, ഈ ചെയ്യുന്ന സൽക്രമത്തിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുക, അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുക. മറ്റൊരു ദുരാഗ്രഹമോ ലോകമാന്യതയോ പ്രതീക്ഷിക്കാതെ ഈ സൽക്രമത്തിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുക. ഇതാണ് 3 കാര്യങ്ങൾ. അപ്പോൾ ഈ സൽക്രമങ്ങളെ സംരക്ഷിക്കുന്ന കോട്ടകൾ, ഇതിനെ സുരക്ഷിതമാക്കാനുള്ള സംരക്ഷണ വലയങ്ങൾ 3 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. പൊങ്ങച്ചം ഈ സൽക്രമങ്ങളെ തകർത്ത് കളയും. അതുകൊണ്ട് ഈ സൽക്രമം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കാണണം. ദേഹേച്ഛ, ശരീരേച്ഛ തകർത്ത് കളയാതിരിക്കാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയെ കാംക്ഷിക്കണം. ഈ കർമ്മത്തിലൂടെ ദുരാഗ്രഹമോ ലോകമാന്യതയോ കടന്നുകൂടാതെ ഈ സൽക്രമത്തിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കാംക്ഷിക്കണം. അപ്പം ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ കൊണ്ട് അമലുകളൊക്കെ സുരക്ഷിതമാകും, ആത്മാർത്ഥത ഉള്ളതായിത്തീരും, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള തൃപ്തിയുള്ള അമലായിത്തീരും. ഈ അമലുകളെ സംരക്ഷിക്കാൻ കഴിയും ഈ 3 കാര്യങ്ങളിലൂടെ. ഇതാണ് 3 കോട്ടകൾ. അപ്പോൾ ഇവിടെ ഒന്നാമതായി പറഞ്ഞല്ലോ, ഈ അമല്
അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കാണണം. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഈ അമൽ ചെയ്യുന്ന വ്യക്തി അവൻ അറിയണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹുവല്ലദീ വഫഖഹു ലിദാലിക്കൽ അമലി, ഈ അമൽ ചെയ്യാൻ, ഈ കർമ്മം അനുഷ്ഠിക്കാൻ അള്ളാഹുവാണ് തനിക്ക് അനുഗ്രഹം ചെയ്തു തന്നത് എന്നവൻ അറിയണം. കാരണം അവൻ അറിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവന് ഈ അമൽ ചെയ്യാൻ അനുഗ്രഹം ചെയ്തത് എന്നവൻ അറിഞ്ഞാൽ, അവൻ മനസ്സിലാക്കിയാൽ, അവൻ ഫൈന്നഹു യസ്തഗ്ലു ബിശുക്രി, നന്ദിയോടുകൂടെ ആ കർമ്മത്തിൽ ഏർപ്പെടും. അവന്റെ അമലുകൊണ്ട് അവൻ പൊങ്ങച്ചം നടിക്കുകയില്ല, അവൻ ഉൾനാട്യം ഉണ്ടാവുകയില്ല, പൊങ്ങച്ചം നടിക്കുകയില്ല. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമത് പറഞ്ഞ കാര്യം വമ്മ ഖൗലുഹു യുരീദു ബിഹി റിളല്ലാഹി തആല, ഈ കർമ്മം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാക്ഷിക്കണം, ആഗ്രഹിക്കണം എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ അമലിൽ, ഇവൻ ചെയ്യുന്ന ഈ സൽക്രമത്തിൽ അവൻ നോക്കണം, അവൻ ചിന്തിക്കണം. ഈ അമല് അള്ളാഹുവിന് വേണ്ടി ഉള്ളതാണെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും എന്നവൻ മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ ആ അമലിനെ ചെയ്യും. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള അമലാണ് എന്ന് അവൻ അറിഞ്ഞാൽ, അവൻ ചിന്തിച്ചാൽ ആ അമൽ ചെയ്യാൻ അവൻ സന്നദ്ധനാകും. അതല്ല, ഇത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത അമലാണ് എന്ന് അവൻ അറിഞ്ഞാലോ അവൻ ആ അമൽ ചെയ്യാൻ സന്നദ്ധനാകൂല. എന്താണ്? കൈലായക്കൂന ആമിലൻ ബിഹവാ നഫ്സി, അവൻ്റെ ദേഹേച്ഛ കൊണ്ട്, ശരീരത്തിൻ്റെ ഇച്ഛ കൊണ്ട് അമൽ ചെയ്യുന്നവനാകാതിരിക്കാൻ, ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് അഡിക്റ്റായിക്കൊണ്ട്, അടിമപ്പെട്ടുകൊണ്ട് അമൽ ചെയ്യുന്നവനാകാതിരിക്കാൻ അവൻ ആ അമൽ, അള്ളാഹിൻ്റെ തൃപ്തിയില്ലാത്ത അമലാണെങ്കിൽ അമൽ ചെയ്യൂല. ഇത് അവൻ അറിഞ്ഞെങ്കിലേ അവന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യണം. അത് ഈ അമലിൻ്റെ സംരക്ഷണ കോട്ടയാണ്. കാരണം അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അമലവൻ ചെയ്യൂല. അപ്പം ദേഹേച്ഛക്ക് അടിമപ്പെടാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞല്ലോ, സൂറത്ത് യൂസുഫ് 53-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും ശരീരം തിന്മ ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് എന്നറിഞ്ഞാൽ അതവൻ ചെയ്യാൻ സന്നദ്ധനാകും. അള്ളാഹിൻ്റെ തൃപ്തി ഇല്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവൻ അത് ചെയ്യാൻ തയ്യാറാകൂല. കാരണം എന്താ? ശരീരത്തിന് അഡിക്റ്റായിക്കൊണ്ട്, അടിമപ്പെട്ടുകൊണ്ട്, ദേഹേച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ട് അവൻ അമൽ ചെയ്യാൻ സന്നദ്ധനാകൂല. ശരീരം, ഹവൻ നഫ്സ്, ശരീരത്തിൻ്റെ ഇച്ഛ, ശരീരത്തിൻ്റെ ആഗ്രഹം, താല്പര്യം, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ശരീരം എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞു, ഈ അമല് കൊണ്ടുള്ള പ്രതിഫലം, അമലിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അമൽ ചെയ്യണം. ജനങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശംസകൾക്ക് വേണ്ടി, അവർ പുകഴ്ത്തിപ്പറയാൻ വേണ്ടി ആകാൻ പാടില്ല. ജനങ്ങളുടെ വാക്കുകളെ വകവെക്കാതിരിക്കണം, അതിന് അവസരം കൊടുക്കരുത്, അത് മുഖവിലക്കെടുക്കരുത്. അള്ളാഹിൻ്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യണം. മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, യംബഗീലിൽ ആമിലി അൻ യഖുദൽ അദബ ഫി അമലിഹി മിൻ റാഇൽ ഗനം, ഒരു സൽക്രമം ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ് ആ ചെയ്യുന്ന കർമ്മത്തിലുള്ള അദബ്, മര്യാദ പഠിക്കണം. ആരിൽ നിന്ന്? ആട്ടിടയനിൽ നിന്ന്. ധാരാളം കുറേ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി വനപ്രദേശങ്ങളിലേക്ക്, പുൽത്തലങ്ങളിലേക്ക്
ആടുകളെ കൂട്ടിക്കൊണ്ടുപോയി ആടുകളെ മേയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ, രാവിലെ പോയാൽ വൈകുന്നേരം മടങ്ങി വരുന്ന മനുഷ്യൻ, നമസ്കാര സമയമായി കഴിഞ്ഞാൽ അവൻ നമസ്കരിക്കുന്നത് ആ ആടുകൾ അടുക്കൽ വെച്ചാണ്. ആട്ടടിയനിൽ നിന്ന് മര്യാദകൾ പഠിക്കണം, കർമ്മം ചെയ്യുന്നതിന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മഹത്തുക്കളോട്, മഹാന്മാരോട് ചോദിക്കപ്പെട്ടു, വക്കീലതാലിക്ക, എങ്ങനെയാണ് എന്ന് ചോദിക്കപ്പെടുകയാണ്. കൈഫദാലിക്ക, അതെങ്ങനെയാണ്? ആട്ടിടയനിൽ നിന്ന് മര്യാദ പഠിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞില്ലേ, അന്ന റായ ഇദാ സ്വല്ലാ ഇൻദ ഗനമിഹി, ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളുടെ അടുക്കൽ വെച്ച് അവൻ നമസ്കരിക്കുകയാണെങ്കിൽ, നമസ്കാര സമയമായി, വീടുകളില്ല, സ്ഥലങ്ങളില്ല, പള്ളികളില്ല, കാടാണ്, ആടുകളെ മേയ്ക്കുന്ന സ്ഥലമാണ്. മഹദി മൈമൂനത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ആടുകളെ മേയ്ക്കാൻ പോയപ്പോൾ ആ സ്ഥലത്ത് വെച്ച് നമസ്കരിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നതുപോലെ സമയമാകുമ്പോൾ വുളൂ ചെയ്ത് ശുദ്ധമായ സ്ഥലത്ത് എന്തെങ്കിലും ശുദ്ധിയായ വസ്ത്രം വിരിച്ചുകൊണ്ട് അവിടെ നമസ്കരിക്കുന്നവരെങ്ങനെയാണ്? അങ്ങനെ ആടുകളുടെ അടുക്കൽ വെച്ച് ഈ ആട്ടിടയൻ എന്ത് ചെയ്യും? നമസ്കരിക്കും. ഫൈന്നഹു ലാ യത്ലുബു ബിസലാത്തിഹി, അവൻ്റെ നമസ്കാരം കൊണ്ട് ആടുകളുടെ പ്രശംസ അവൻ ആഗ്രഹിക്കൂല. താൻ വലിയ നിസ്കാരക്കാരനാണ്, വലിയ ഭയഭക്തിയുള്ളയാളാണ്, സമയത്ത് തന്നെ നിസ്കരിക്കുന്നയാളാണ് എന്ന് ആട് പറയുന്നതിനെ, ആട് പ്രശംസിക്കുന്നതിനെ, പുകഴ്ത്തുന്നതിനെ ഈ ആട്ടിടയൻ ആഗ്രഹിക്കൂല. ഇപ്രകാരം തന്നെ ആയിരിക്കണം സൽക്രമങ്ങൾ ചെയ്യുന്നവർ. എംബഗി അല്ലാ യുബാലിയ മിൻ നദരിൻ നാസി ഇലൈഹി, അവരിലേക്ക്, അവൻ്റെ കർമ്മത്തിലേക്ക് ജനങ്ങൾ നോക്കുന്നതിനെ വകവെക്കാൻ പാടില്ല. അതിന് പരിഗണന കൊടുക്കുകയേ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ അടുക്കൽ വെച്ചാണെങ്കിലും ജനങ്ങളില്ലാത്ത അവസരത്തിലാണെങ്കിലും അവൻ അല്ലാഹു തആലക്ക് വേണ്ടി അമൽ ചെയ്യുന്നത് ഒരേ അവസ്ഥയിലായിരിക്കും. ജനങ്ങളെ കാണുമ്പോൾ ഒന്ന്, ജനങ്ങളില്ലാത്തപ്പോൾ മറ്റൊന്ന്, ഈ ഒരു അവസ്ഥ വരികയില്ല. അവൻ ജനങ്ങളുടെ പുകഴ്ത്തലിനെ, പ്രശംസയെ അവൻ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുകയുമില്ല. ഇങ്ങനെ ആട്ടിടയനെ പോലെ ആ ആട്ടിടയനിൽ നിന്ന് മര്യാദ പഠിക്കണമെന്ന് മഹത്തുക്കൾ മനസ്സിലാക്കി തരികയാണ് സൽക്കർമ്മം ചെയ്യുന്നവർ. അപ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങളെ സംരക്ഷിക്കുന്ന കോട്ടകൾ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ്. ആ കോട്ടകളെ ആ കോട്ടകൾ ആകുന്ന 3 കാര്യങ്ങളെ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ അത് സുരക്ഷിതമാവുകയുള്ളൂ, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും പ്രയോജനം ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും സൽക്രമം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദുന്യാവും ആഖിറവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി, അവൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫാ തന്ന്, ശമനം തന്ന്, ആഫിയത്തോടുകൂടിയുള്ള, ശരീരസുഖത്തോടുകൂടിയുള്ള, ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നമുക്കെവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.